പ്രശാന്ത് കിഷോർ ഭരണവിരുദ്ധ വോട്ടുകളാണ് സാർ. അല്ലല്ല, അതിൽ ഉന്നത ബ്രാഹ്മൺ അടക്കമുള്ള വിഭാഗങ്ങളുടെ വോട്ടുകൾ സഖ്യത്തിനാണ് അദ്ദേഹം ആഘാതം ഉണ്ടാക്കുന്നത്. അല്ലല്ല, 22% വരുന്ന യുവാക്കളിൽ, പ്രത്യേക യുവാക്കൾ എന്ന് പറഞ്ഞാൽ 18-നും 22-നും വയസ്സുള്ള യുവാക്കളിൽ അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവരെല്ലാം BJPക്ക് വോട്ട് ചെയ്യുന്നവരായിരുന്നു. കാരണം പിന്നെ അവരെയാണ് നരേന്ദ്രമോദി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. റാന്തൽ മാറി ഇനി നമ്മൾ മൊബൈലാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രചരണം നടത്തിയത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി നടത്തിയ പ്രചരണത്തിൽ വോട്ട് കട്ടറായിട്ടും കൂടെ കുറേ വോട്ടുകൾ തീർച്ചയായിട്ടും പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി പിടിച്ചിട്ടുണ്ട്. 5% എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ പോയിട്ടുണ്ടാവും. അതുതന്നെയാണ് RJDക്കും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അതുതന്നെയാണ് BJPക്കും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം യുവാക്കളിലെ ആ ഒരു യുവാക്കളാണ് എപ്പോഴും BJPയുടെ ശക്തിയായിട്ട് നിന്നിട്ടുള്ളത്, നരേന്ദ്രമോദിയുടെ ശക്തിയായിട്ട് നിന്നിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വോട്ട് കട്ടറായിട്ട് വന്നിട്ടുള്ളത് ഇദ്ദേഹം തന്നെയാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഓരോ തവണയും പറയുകയുണ്ടായി, പ്രശാന്ത് കിഷോറിനെ എതിർക്കുന്ന ശൈലിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിനോട് കൂടുതൽ പ്രൊവോക്കേറ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പോലും പിൻവലിപ്പിക്കുന്ന ഒരു കാര്യം ആദ്യമേ ചെയ്തത്. അത് പ്രശാന്ത് കിഷോറിനെ വളരെയധികം പ്രകോപിപ്പിക്കുകയും BJPക്ക് എതിരായിട്ട് കൂടുതൽ സംസാരിക്കാൻ, നരേന്ദ്രമോദിക്കെതിരായി കൂടുതൽ സംസാരിക്കാൻ പ്രശാന്ത് കിഷോറിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതെല്ലാം അന്തർലീനമായ ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പൊ താങ്കൾ പറയുന്നത് ഈ പ്രശാന്ത് കിഷോറിന്റെ പ്രവർത്തനങ്ങൾ ഈ 18-നും 22-നും ഇടയ്ക്കുള്ള വോട്ടുകൾ നിതീഷ് കുമാറിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടില്ല, പകരം BJPയുടെയും RJDയുടെയും കയ്യിൽ നിന്ന് മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്നാണ് താങ്കൾ പറയുന്നത്. ആ രണ്ടുപേരാണ് യുവാക്കളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. കാരണം നരേന്ദ്രമോദി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെ മൊബൈൽ ലൈറ്റാണ് പ്രധാനം, റാന്തലല്ല എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് വ്യക്തമായിട്ടും യുവാക്കളെ നമ്മളൊരു സയൻറ്റിഫിക് വേൾഡിലേക്ക് വരികയാണ്, ഒരു ഡെവലപ്മെൻറ്റ് വേൾഡിലേക്ക് വരികയാണ്, അതിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ്. പ്രശാന്ത് കിഷോറും പറഞ്ഞിരുന്ന ഇതൊക്കെ തന്നെയാണ്, യുവാക്കളെ നിങ്ങളൊരു മാറ്റത്തിന് തയ്യാറാവണം, അതിന് വേണ്ടി നിൽക്കണമെന്നാണ്. അതുപോലെ തന്നെ ജോലി കൂടുതൽ കൊടുക്കാം എന്ന് പറഞ്ഞത് പിന്നെ RJD ആണ്, തേജസ്വിയാണ്. അവിടെയും പ്രശാന്ത് കിഷോറിൻ്റെ വോട്ട് കട്ടർ കുറച്ച് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് പ്രസക്തി വരുന്നത് അന്തിമമായിട്ട് BJPയുടെ സീറ്റ് 50-നോടൊക്കെ അടുത്തെത്തിയാലാണ് ഈ ചർച്ചയ്ക്ക് വലിയ പ്രസക്തി വരുന്നത്. അത് വരട്ടെ, നമുക്കത് കുറയണമെങ്കിൽ അത് വരട്ടെ, നോക്കിയിട്ട് 60 വന്നാലും ഇമ്പോർട്ടന്റ് അല്ലേ സാർ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 75 സീറ്റിൽ നിന്ന് ഒറ്റയടിക്ക് ഇല്ല, അവിടെ താങ്കൾ മറന്നു പോകുന്നൊരു കാര്യം, BJP 101 സീറ്റിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞാണത്തെ അത്രയും സീറ്റുകൾ മത്സരിക്കുന്നില്ല, കഴിഞ്ഞാണത്തേക്കാൾ 15 സീറ്റ് കുറച്ചാണ് മത്സരിക്കുന്നത്. അപ്പൊ സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞിരിക്കുകയാണ്. 110 സീറ്റ്, ഇപ്പൊ 101 സീറ്റാണ്. ഇവിടെ മാത്രമല്ല, ഈ മുന്നണിക്ക് അകത്തുള്ള ഒരു കാര്യം തർക്കമില്ല, RJD തന്നെ ഇതിനകത്ത് നിതീഷ് കുമാർ തന്നെയാണ് മുന്നണി രാഷ്ട്രീയത്തിലെ വിജയശില്പി. അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ അവിടെ ഒതുങ്ങി നിൽക്കുന്ന ബൈ ആൻഡ് ലാർജ് ഒരു പ്രാദേശിക കക്ഷിയെ പ്രവർത്തിക്കുന്ന നിതീഷ് കുമാറിന് ജനമനസ്സിൽ വലിയ സ്വാധീനമുണ്ട്. അതിൽ അദ്ദേഹം പ്രത്യേകിച്ച് വിജയിക്കാൻ കാരണം സ്ത്രീകളുമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു വോട്ടിംഗ് കെമിസ്ട്രിയുടെ പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ഇമ്പാക്റ്റും, അത് തീർച്ചയായിട്ടും അതവിടെ പ്രസക്തിയുണ്ട്. അതേപോലെ ശ്രീ വേണുഗോപാൽ പറഞ്ഞ ഒരു കാര്യത്തോടും എനിക്ക് യോജിപ്പുണ്ട്. കാരണം എന്തായാലും പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ബാധിക്കുന്നത് BJPയാണ്. പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ്സിനെ ആസ്പയർ ചെയ്യുന്നൊരു മിഡിൽ ക്ലാസ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ BJPക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വോട്ട് ഷിഫ്റ്റ് പോകുന്ന, അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ വോട്ട് ഷിഫ്റ്റ് പോകുന്നത് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്കാണ്. അത് മാത്രമല്ല, അപ്പർ കാസ്റ്റ് വോട്ട് BJPക്ക് കിട്ടുന്നതും പ്രശാന്ത് കിഷോർ കുറച്ചൊക്കെ തടുത്തിട്ടുണ്ട്. ഈ രണ്ട് കാരണങ്ങളായിരിക്കാം ഒരുപക്ഷെ BJPയുടെ സീറ്റുകൾ കാര്യമായി കുറയുന്നുണ്ടെങ്കിൽ നമുക്കതിനെ വിലയിരുത്തേണ്ടത്. യാതൊരു സംശയവുമില്ല, നമുക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് നിതീഷ് കുമാറിന് തന്നെ പ്രധാനമായിട്ടും കൊടുക്കാം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച മാധ്യമങ്ങളൊക്കെ എഴുതിയത് ഇത് കഴിയുമ്പോൾ BJP കയ്യിലെടുക്കും, ഹങ് അസംബ്ലിയാണ് വരണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് കക്ഷികളിൽ നിന്ന് ആൾക്കാരെ കൂടെ കൂട്ടി എന്തായാലും നിതീഷ് കുമാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോകും. അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. പ്രശാന്ത് കിഷോർ ഈ രീതിയിലാണ് ഫലം വരുന്നതെങ്കിൽ നിതീഷ് കുമാറിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അതല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. അതെ, ഒരു കറുത്ത കുതിരയായി വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചിരാഗ് പാസ്വാന്റെ വീട്ടിൽ അദ്ദേഹം സന്ദർശിക്കുകയും നിതീഷ് കുമാർ സന്ദർശിക്കുകയും അവർ തമ്മിലൊരു ഐക്യം ഉണ്ടാക്കുകയും അതുപോലെ JDU മത്സരിച്ച എല്ലാ സ്ഥലങ്ങളിലും നിതീഷ് ഈ പ്രായത്തിലും ചെന്നെത്തി തൻ്റെ വോട്ടുകൾ ഉറപ്പാക്കുന്നതിന് ഏറ്റവും കൂടുതൽ പണിയെടുത്തു എന്നുള്ളതും വളരെ പ്രത്യേകതയാണ്. പാസ്വാന്റെ പാർട്ടിക്ക് വേണ്ടി, പാസ്വാന്റെ പാർട്ടിക്ക് മാത്രമല്ല, സ്വന്തം JDUവിന് വേണ്ടി അവർ തമ്മിൽ ഒന്നിച്ച്
എന്നിട്ട് പിന്നെ ചിരാഗ് പാസ്വാൻ പറയുകയും ചെയ്തു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇദ്ദേഹം തന്നെയാണ്. അത് പിന്നെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ പോലും അങ്ങനെ വ്യക്തമായി പറഞ്ഞില്ല. പക്ഷേ ചിരാഗ് പാസ്വാൻ എടുത്തു പറഞ്ഞു, യാതൊരു സംശയവും വേണ്ട, ഞങ്ങളുടെ മുഖ്യമന്ത്രി. അല്ല, സോഷ്യൽ എഞ്ചിനീയറിങ്ങിലും മുന്നിൽ വന്നത് നിതീഷാണ്. സോഷ്യൽ കാരണം ആ എല്ലാ കോമ്പിനേഷനിലും അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനോടൊപ്പം മറുവശത്ത് എതിരായിട്ട് നിന്ന RJD മാത്രമേ ഉള്ളൂ. പക്ഷേ RJDക്ക് അതിൻ്റെതായ പരിമിതികൾ ഇവിടെ ഉണ്ട്. അവിടുത്തെ സൂപ്പർ കിങ് മേക്കർ എന്ന് പറയുന്നത് വനിതകളാണ്. ആ വനിതകൾ മുഴുവനും ഉറപ്പാണ്. ഏതാണ്ട് ശ്രീ മോഹൻ വർഗീസ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഫലം വരുന്നത് എങ്കിൽ RJD കോൺഗ്രസ് ഇക്വേഷന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിട്ട് വലിയ ബുദ്ധിമുട്ട് വരും. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അല്ലേ? ഇപ്പോൾ തന്നെ RJD കോൺഗ്രസ് നല്ല ട്രാക്കിലല്ല പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഫലം വന്നാൽ അത് കൂടുതൽ വഷളാവുകയും ഇപ്പോഴും ഈ മുന്നണി ഗഡ്ബന്ധനെ പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചാക്കിയത് കോൺഗ്രസ് ആണ്. 61 സീറ്റിൽ മത്സരിച്ചിട്ട് 10ഓ 15ഓ സീറ്റാണെങ്കിൽ തീർച്ചയായിട്ടും 45 സീറ്റോളം അവരെ പിന്നെ പുറകിലാക്കിയിരിക്കുകയാണ് മഹാഗഡ്ബന്ധനെ. 45 സീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് ഇതിനകത്ത് വരുന്നത്. എനിക്കൊരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചാൽ താങ്കളുടെ ചോദ്യം അല്പം തെറ്റാണ്. കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഗുജറാത്ത് ഈ പറഞ്ഞ NDA മുന്നണി നേടിയാൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വരാൻ പോകുന്നത് RJD കോൺഗ്രസ് ബന്ധത്തിലല്ല. ഏറ്റവും വലിയ പ്രതിസന്ധി വരാൻ പോകുന്നത് BJP JDU ബന്ധത്തിലാണ്. കാരണം ഒരേ സമയം നിതീഷ് കുമാർ കിങ് മേക്കറുമായി മാറുകയാണ്. കാരണം നിതീഷ് കുമാർ ബീഹാറിലെ കിങ് ആവുകയും കേന്ദ്രത്തിന്റെ കിങ് മേക്കർ ആവുകയും ചെയ്യുന്നു. അപ്പൊ നിതീഷ് കുമാറിന്റെ ബാർഗൈനിങ് പവറിന് അസാധാരണമായ വലിപ്പം വെക്കുകയാണ്. അപ്പൊ അതിനുശേഷം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വരാൻ പോകുന്നത് BJPയും JDUവും തമ്മിലുള്ള റിലേഷനിലാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ RJDയും കോൺഗ്രസ് തമ്മിലുള്ള റിലേഷനിൽ അവർ രണ്ടുപേരും തോറ്റപോയ ആൾക്കാരാണ്. അതിനകത്ത് നോക്കൂ, കോൺഗ്രസിന്റെ കാര്യമായി യാതൊരു എഫക്റ്റും ഇല്ല. കാരണം നിലവിലെ ഈ പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ നമ്മൾ ഏതാണ്ട് 15 മുതൽ 20 വരെ സീറ്റുകൾ, അതായത് കഴിഞ്ഞ തവണ നേടിയ 19 സീറ്റുകളിൽ ഏതാണ്ട് ഏറെക്കുറെ 1, 2 പ്ലസ് ഓർ മൈനസ് അവർ നിലനിർത്തുന്നുണ്ട്. അപ്പൊ ആകെപ്പാടെ നഷ്ടം വന്നിട്ടുള്ളത് RJDക്ക് മാത്രമാണ്. RJDക്ക് നഷ്ടം വന്നതിന് പിന്നിൽ കോൺഗ്രസിന്റെ സംഭാവന ഇല്ല ഇവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ RJD കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ മത്സരിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഊഹം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ചെറിയ വ്യത്യാസം, ഒരു സീറ്റ് കുറവ് അല്ലേ? സീറ്റ് കുറവിൽ മത്സരിച്ചു. ഇതിപ്പോ ഇലക്ഷൻ കഴിയുമ്പോൾ ഈ പറഞ്ഞ പ്രൊജക്ഷനാണ് വരുന്നത്. പരാജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ RJDയുടെയും തേജസ്വിയുടെയും ഫസ്റ്റ് പ്രസ് കോൺഫറൻസിൽ അവർ പറയാൻ പോകുന്നത് കോൺഗ്രസ് ആണ് ഞങ്ങളെ തോൽപ്പിച്ചതെന്നായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. കാരണം 61 മത്സരിച്ച് 15 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 15 താഴെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് തന്നെയാണ്. അതിൽ അവർ വലിയ തർക്കം അവിടെ നടക്കും, യാതൊരു സംശയമില്ല. നിതീഷ് കുമാറും BJPയും തമ്മിലുള്ള ബന്ധമാണ് ഇനി വരാനിരിക്കുന്ന ദിവസത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയും അതിനകത്ത് ഉണ്ടാവും തോന്നില്ല. ശരി, ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? സിബി പറഞ്ഞ പോയിന്റിനോട് യോജിക്കുന്നുണ്ടോ? ഇവിടെ ഇക്വേഷൻ മോശമാകാൻ പോകുന്നത് നിതീഷ് BJP ആണെന്ന്. നിതീഷിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ നിതീഷ് കുമാർ ഭാവിയിൽ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് തൻ്റെ തന്നെ രാഷ്ട്രീയ ഭാവി, അധിക കാലം ഭാവി ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എല്ലാം വസ്തുതകളാണ്. പക്ഷേ നിതീഷ് കുമാറിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായി BJPക്ക് നിതീഷ് കുമാറിനെ പൂർണ്ണമായി വിശ്വസിക്കാനാവുമോ? ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. കാരണം നിതീഷ് കുമാറിനെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഭാഗികമായിട്ടെങ്കിലും ഒതുക്കുക, നിതീഷ് കുമാറിൻ്റെ വിലപേശൽ ശക്തി കുറച്ചുകൊണ്ടുവരിക. അതുകൊണ്ടാണ് ഈ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയെ, ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ രീതിയിലാണ് JDU മത്സരിച്ച സീറ്റുകളിൽ വോട്ട് കട്ടറായി ഈ പറയുന്ന രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞതും. അങ്ങനെയാണ് 43 സീറ്റുകളിലേക്ക് JDUവിനെ ഒതുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഫലങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അതിൽ നിന്ന് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. 65ഓ 70ഓ സീറ്റുകളായി JDU നില മെച്ചപ്പെടുത്തുമ്പോൾ ശക്തനായ ഒരു മുഖ്യമന്ത്രിയും BJPയുമായി കേന്ദ്ര സർക്കാരിൽ പോലും ശക്തമായി വിലപേശാവുന്ന രീതിയിൽ നിതീഷ് കുമാർ മാറുന്നു. അതുമാത്രമല്ല, അവിടെ നിന്നുകൊണ്ട് NDA വള്ളത്തിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുമായി മറ്റൊരു വിലപേശൽ നടത്തിക്കൂടാ എന്ന ഒരു ചിന്തയും ഒരുപക്ഷെ നിതീഷ് കുമാറിന്റെ മനസ്സിനെ ഭരിച്ചാലോ?